നമസ്തേ. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ച ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നോട്ടീസാണ്. നികുതി കുടിശ്ശിക അടയ്ക്കണം. 1700 പരം കോടി രൂപയുടെ നികുതി കുടിശ്ശികയാണ് ഇപ്പോൾ അടയ്ക്കേണ്ടിയിരിക്കുന്നത്. പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻകം ടാക്സ് അടയ്ക്കുന്നതിൽ നിന്നും മുക്തരാണ്. അവരെ അതിൽ നിന്നും മുക്തമാക്കണം. അവർക്ക് ആ ലയബിലിറ്റി ഇല്ല, ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അത് ഇൻകം ടാക്സ് ആക്ടിൻ്റെ 13A വകുപ്പ് പ്രകാരമാണ്. എന്നാൽ ഇങ്ങനെ ഒഴിവാക്കി കൊടുക്കുന്നതിൽ ചില നിബന്ധനകളുണ്ട്. ഇവർ വർഷം തോറും ഒരു റിട്ടേൺ സമർപ്പിക്കണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന്. ഇതുപോലുള്ള റിട്ടേൺ ഇലക്ഷൻ കമ്മീഷനും സമർപ്പിക്കേണ്ടതുണ്ട്. 20,000 രൂപയിൽ കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള ആളുകളുടെ വിവരങ്ങൾ സഹിതം വരവും ചെലവും എല്ലാം കാണിക്കുന്ന ആഡിറ്റ് ചെയ്ത അക്കൗണ്ടുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ റിട്ടേണാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഓരോ പാർട്ടിയും സമർപ്പിക്കേണ്ടത്. അങ്ങനെ സമർപ്പിച്ചില്ലെങ്കിൽ ആ വർഷത്തെ വരുമാനം സാധാരണ വ്യക്തികളുടെ വരുമാനം എന്നതുപോലെ കണക്കാക്കി ഇൻകം ടാക്സിന് ഈടാക്കും. അതിന് ഇൻകം ടാക്സിന് അസസ് ചെയ്യും. അങ്ങനെ അസസ് ചെയ്ത തുകയാണ് 1700 കൂടുതൽ രൂപ കോൺഗ്രസ്സിന് ലയബിലിറ്റി ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവരിപ്പം അടയ്ക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ CPIM-നും ഇങ്ങനെ കുടിശ്ശിക നോട്ടീസുകൾ വന്നിട്ടുണ്ട്. 10-15 കോടി വെച്ചാണ്. CPIക്ക് കൂടുതലാണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ കൃത്യമായ തുക ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ഇതാണ് പ്രശ്നം. അതായത് അവർ റിട്ടേൺ കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കൊടുത്ത റിട്ടേണുകളിൽ പിശക് ഉണ്ടായിരിക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ഈ ലയബിലിറ്റി അവർക്കുണ്ടാകും. അപ്പോൾ കോൺഗ്രസ്സുകാർ അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. ഇപ്പോൾ CPM-നും CPIക്ക് ഇപ്പോഴാണ് ലഭിച്ചത്. ഇനി അതിനെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും ന്യായീകരണങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് ഇനി അറിയേണ്ടിയിരിക്കുന്നു. ഇവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ ഇവരെ നിഷ്ക്രിയരാക്കാൻ വേണ്ടി അവരുടെ സാമ്പത്തിക സ്രോതസ് അടച്ച് അവരെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്ന് തന്നെ വിലക്കിക്കൊണ്ട് മേൽക്കൈ നേടാനാണ്, ഏകപക്ഷീയമായി വിജയം കരസ്ഥമാക്കാനാണ് BJPയുടെ ശ്രമം. അങ്ങനെ രാഷ്ട്രീയമായ ആരോപണങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. പക്ഷേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ രാഷ്ട്രീയ ആരോപണങ്ങളൊന്നും ഒരു സമാധാനമല്ല. കോടതികളിലും ഇതൊന്നും ഒരു ഏശത്തില്ല, വിലപ്പോവില്ല. ഇവർ കൃത്യമായ കാരണങ്ങൾ പറയൂ. എന്തുകൊണ്ട് ഇവരെ ഈ അസസ്മെൻറ്റിൽ നിന്ന് ഒഴിവാക്കണം? എന്തുകൊണ്ടാണ് അവരിലേക്ക് ഈ അസസ്മെൻ്റ് എത്തിയത്? അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ലേ? അവർ റിട്ടേണുകളെല്ലാം കൃത്യമായി സമർപ്പിച്ചിട്ടുണ്ടോ? ഒരു തെറ്റുമില്ലാത്ത റിട്ടേണുകളാണോ സമർപ്പിച്ചിട്ടുള്ളത്? ഈ തെറ്റുകളൊക്കെ പലപ്പോഴും കണ്ടുപിടിക്കപ്പെടും. ഇവർ കൊടുക്കുന്നതിനകത്ത് ഇവർ വിചാരിക്കുന്ന ഒരു 5 കോടി വാങ്ങിച്ചു, 5 കോടിക്കുള്ള ചിലവ് കാണിച്ച്, അല്ലെങ്കിൽ അതിനേക്കാൾ കുറവ് ചിലവ് കാണിച്ച് ഒരു റിട്ടേൺ അങ്ങ് കൊടുക്കുകയാണ്. ഇതാരും പരിശോധിച്ച് അവർ നടപടികളൊന്നും എടുക്കത്തില്ലെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. പക്ഷെ അത് ആളുകൾ പരിശോധിക്കുന്നുണ്ട്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകിച്ച് പരിശോധിക്കുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷന് അതിനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലായിരിക്കാം. അങ്ങനെ പരിശോധിച്ചതായിട്ടോ തെറ്റ് കണ്ടുപിടിച്ചതായിട്ടോ ഒന്നും നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ല. എന്തായാലും 20,000 രൂപയിൽ കൂടുതൽ സംഭാവന ചെയ്തവരുടെ ലിസ്റ്റ് സഹിതം കാണിച്ചുകൊണ്ട് വരവും ചെലവും വ്യക്തമാക്കിക്കൊണ്ട് ആഡിറ്റ് ചെയ്ത അക്കൗണ്ടുകളുടെ അടിസ്ഥാനത്തിൽ റിട്ടേൺ സമർപ്പിക്കാൻ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും ബാധ്യതയുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർ ഇൻകം ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരായി തീരും. അങ്ങനെയാണ് കോൺഗ്രസ്സിന് 1700 കോടി രൂപ അടയ്ക്കേണ്ടി വരുന്നത്. എങ്ങനെയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരുടെ റിട്ടേണുകളിലെ തെറ്റുകൾ കണ്ടുപിടിക്കുന്നത്? റിട്ടേണുകൾ സമർപ്പിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ലയബിളാകും, ടാക്സ് കൊടുക്കാൻ ലയബിളാകും. 2014 മുതൽ ഇങ്ങോട്ടുള്ള പല വർഷങ്ങളിലെ റിട്ടേണുകൾ കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കൊടുത്ത റിട്ടേണിൽ പിശക് കണ്ടെത്തുകയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇന്നലെയോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഉണ്ടായി വന്ന ഒരു പ്രക്രിയയല്ല. ഇത് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും അവർ പൂർത്തീകരിച്ചു. ഇവർ കോടതിയിൽ പോയിട്ട് എന്തായി? ഒരു രക്ഷയുമില്ല. ഇവരെ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ അവർ നിഷ്ക്രിയരാക്കാൻ വേണ്ടി ചെയ്തതാണെന്നും പറഞ്ഞിട്ട് ഒരു രക്ഷ. കാരണം എന്ന് പറഞ്ഞാൽ റെക്കോർഡുകൾ അവർക്ക് എതിരാണ്. എങ്ങനെയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ തെറ്റുകൾ കണ്ടുപിടിക്കുന്നത്?
തെറ്റുകൾ കണ്ടുപിടിക്കുന്നവരും വേറെ എവിടെയെങ്കിലുമൊക്കെ വലിയ പണച്ചാക്കുകളുടെയൊക്കെ അക്കൗണ്ടുകൾ റെയ്ഡ് ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അവർ കൊടുത്ത അക്കൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭാവനകൾ കാണും. അതിനേക്കാൾ കുറച്ചായിരിക്കും പാർട്ടികൾ കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ സംഭാവന കാണിച്ചിട്ടുണ്ടാവത്തില്ല. അങ്ങനെയാണ് പ്രശ്നം വരുന്നത്. നമുക്ക് നല്ല കേരളീയർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയാണ് ഈ എക്സാലോജിക്കിൻ്റെയും അതുപോലെ തന്നെ കരിമണൽ, എക്സാലോജിക്കിൻ്റെ മാത്രമല്ല, കരിമണൽ കമ്പനിക്കാരുടെ ഈ അക്കൗണ്ട് പരിശോധിച്ചതിൽ നിന്നാണ് ഇപ്പോൾ കേരളത്തിൽ ഈ മാസപ്പടി കേസുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കേസുകളും ഉണ്ടായിട്ടുള്ളത്. അതായത് എല്ലാ പാർട്ടിക്കാരും വാങ്ങിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ അക്കൗണ്ടുകളിൽ അവർ പാർട്ടിക്ക് വേണ്ടിയാണ് വാങ്ങിച്ചതെന്ന് പറയുന്നു. അപ്പോൾ പാർട്ടി അക്കൗണ്ടിൽ അത് വന്നിട്ടില്ലെങ്കിൽ പ്രശ്നമായില്ലേ? അപ്പോൾ പാർട്ടി അക്കൗണ്ടിൽ വന്ന് കാണിച്ചിട്ടില്ലെങ്കിൽ പാർട്ടിക്കാരന് നികുതി അടയ്ക്കേണ്ടി വരും. ഇതൊക്കെ വലിയ പ്രശ്നങ്ങൾ. ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. അന്നേരം പിന്നെ അയ്യോ ഞങ്ങളെ കൊല്ലാൻ പിടിക്കുന്നേ എന്ന് പറയാനിട്ട് ഒരു കാര്യമില്ല. അതിന് മറ്റ് രാജ്യങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അവർക്കൊന്നും ഇതിനകത്തൊന്നും യാതൊരു റോളുമില്ല. അവരെ ഉത്തരവാദിത്വം വഹിക്കും. ഇങ്ങനെ കൃത്യമായ കണക്ക് കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുക്കും എന്നുള്ളതിനെ അവർ ഗ്യാരണ്ടി ചെയ്യുമോ? അവർക്ക് അങ്ങനെ ഇവരിൽ സ്വാധീനം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കറക്റ്റ് സമയത്ത് കൃത്യമായ അക്കൗണ്ട് കൊടുക്കാൻ പറയൂ. അത് ചെയ്യാതെ ഇങ്ങനെ നോട്ടീസ് കിട്ടുമ്പോൾ ഉടനെ അവിടെ കിടന്ന് നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവരെ കൊണ്ട് നിലവിളിപ്പിച്ചിട്ട് ഇവർക്ക് വല്ല ഗുണവും കിട്ടാൻ പോകുന്നു? ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഈ കേരളത്തിലെ ഈ മാസപ്പടി കേസ് ഉത്ഭവിച്ചതുപോലെ തന്നെയാണ് കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും അതുപോലെ CPIക്കും ഒക്കെ ഈ പ്രശ്നങ്ങൾ പറ്റിയിരിക്കുന്നത്. അവരൊന്നും വാങ്ങിയ പൈസ അക്കൗണ്ടിൽ കാണിക്കത്തില്ലെന്ന്. വാങ്ങിയ പൈസ അക്കൗണ്ടിൽ കാണിച്ചില്ലല്ലോ. ഇപ്പോൾ പിണറായി വിജയൻ പറയുന്ന PV ഞാനല്ലെന്നാണ്. ഈ 1.72 കോടി എന്തിനു വാങ്ങിച്ചു? മറ്റു പല കമ്പനികളിൽ നിന്നും വാങ്ങിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനു വാങ്ങിച്ചു? ഇൻകം ടാക്സും കൊടുക്കണ്ടേ? അതിനൊക്കെ പാർട്ടിക്കാർ കൊടുക്കണ്ടേ? പിണറായി വിജയന് വ്യക്തിപരമായിട്ട് ഒരുപാട് പൈസ കൊടുത്തിട്ടുണ്ടെന്നാണ് കരിമണൽ കർത്തയുടെ അക്കൗണ്ടുകളിൽ പറയുന്നത്. അപ്പോൾ അതിനൊക്കെ നികുതി കൊടുക്കേണ്ടി വരും. അക്കൗണ്ടിൽ കാണിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നികുതി കൊടുക്കേണ്ടി വരും. തെറ്റായ അക്കൗണ്ടാണ് അവർ ഫയൽ ചെയ്തത്. അങ്ങനെ വന്നെത്തിയതാണ് ഈ പാർട്ടികൾക്കെല്ലാം വല്ല ലയബിലിറ്റീസ്, ടാക്സ് ലയബിലിറ്റീസ്. എന്നിട്ട് ഇപ്പോഴും കിടന്ന് ഞങ്ങളെ ദ്രോഹിക്കാൻ നോക്കുന്നേ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുക. ഇതൊക്കെ കള്ളത്തരമാണ്. കള്ളത്തരം എന്ന് പറഞ്ഞാൽ അവനവൻ നിയമപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യാതെ മറ്റുള്ളവരെ കുറ്റം പറയും, നടപടി എടുക്കുന്നവനെ കുറ്റം പറയുക. ഒരു കള്ളം പോയി മോഷ്ടിച്ചിട്ട് പിടിക്കുന്ന പോലീസുകാരന് കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അയ്യോ എൻ്റെ വീട്ടിൽ കല്യാണം വന്ന് എന്നെ ഇന്ന് പിടിക്കരുതെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതുപോലെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് ആളുകൾ മനസ്സിലാക്കണം. ഇത് പത്രക്കാരും ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നതായിട്ട് കാണുന്നില്ല. അതായത് അവർ വലിയ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾ, ചാനലുകൾ. ഇവിടെ പ്രതിപക്ഷം വേണ്ടേ, ഭരണപക്ഷം മാത്രം മതിയോ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഇപ്പോൾ ചെയ്യാൻ പാടുണ്ടോ? അർത്ഥശൂന്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം. അതായത് ഇവിടുത്തെ ഈ വസ്തുതകളിൽ നിന്ന്, സത്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ മാപ്രകളും അവരുടെ ശിങ്കിടികളായിട്ടുള്ള അല്ലെങ്കിൽ അവരെ തീറ്റിപ്പോറ്റുന്ന രാഷ്ട്രീയ പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. നന്ദി, നമസ്കാരം.